Hello everyone. Welcome back to Xylem. Welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെടാ. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു തുടങ്ങിയോ? അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, സ്നേക്ക് ആൻഡ് ദ മിറർ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന സമയത്ത് പ്രൊജക്റ്റ് ടൈഗർ ഇതൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുള്ള ഡിസ്കോഴ്സുകളെ കുറിച്ച് കൺസേൺഡ് ആയിട്ടുണ്ടോ? ഡയറി, ലെറ്റർ, നോട്ടീസ്, കോൺവെർസേഷൻ, ക്വസ്റ്റ്യനെയർ, നറേഷൻ, റൈറ്റപ്പ്, ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ പരീക്ഷയിൽ 80 മാർക്കിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 35ഓളം ചോദ്യങ്ങളുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം നമുക്ക് ഇത്തരം ചോദ്യങ്ങളെ കൃത്യമായി ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റണം. ചാപ്റ്റേഴ്സ് മാത്രം വായിച്ചതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് ഈ ഡിസ്കോഴ്സുകളൊക്കെ എങ്ങനെ എഴുതണം, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിനെന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഉണ്ടോ എന്നൊക്കെ പഠിക്കണം. അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരു സെഷൻ പ്ലാൻ ചെയ്തത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഗ്രാമർ സ്നിപ്പറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സെഷൻ റൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ അതിന് പാരലായിട്ട് നമ്മൾ ഡിസ്കോഴ്സുകൾ കൂടെ ഡിസ്കസ് ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അടുത്തത് നിങ്ങൾക്ക് ഏത് ഡിസ്കോഴ്സാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോട്ടീസിനെ കുറിച്ചാണ്. സോ അഗെയിൻ ഐ എം വെൽക്കമിങ് യു എ ബ്രാൻഡ് ന്യൂ സെഷൻ ഓഫ് ഇംഗ്ലീഷ്. വെൽക്കം ബാക്ക്. സോ ചിൽഡ്രൻ, ലെറ്റ്സ് അനലൈസ് ദിസ് ക്വസ്റ്റ്യൻ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2019 ഫസ്റ്റ് ടേമിന് ഓണപരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. നമുക്ക് ഒരുമിച്ച് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. വായിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, ഹൈലൈറ്റ് ചെയ്യും. ശ്രദ്ധിച്ചോളെ. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ, നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് ഇൻവൈറ്റ്സ്, ക്ഷണിക്കുന്നു. ആരെ? ദ നോട്ടഡ് റൈറ്റർ റസ്കിൻ ബോണ്ട്, അല്ലേ, പ്രശസ്തനായ എഴുത്തുകാരൻ റസ്കിൻ ബോണ്ടിനെ ക്ഷണിക്കുന്നു. എന്തിനാണ്? ടു ഇനാഗുറേറ്റ് എ 3-day ലിറ്റററി ഫെസ്റ്റിവൽ ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഒരു ത്രിദിന സാഹിത്യോത്സവം, ലിറ്റററി ഫെസ്റ്റിവൽ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റസ്കിൻ ബോണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ശരി. Prepare a notice to invite parents, teachers and students of the school to the function. ചോദ്യം വളരെ ക്ലിയർ ആണ്. സോ നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഒരു നോട്ടീസാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. പ്രോഗ്രാം ഒരു 3-day ലിറ്റററി ഫെസ്റ്റിവലാണ്. ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെൽക്കം ചെയ്തിട്ടുള്ളത്, ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് റസ്കിൻ ബോണ്ട് എന്ന് പറഞ്ഞ നോട്ടഡ് ആയിട്ടുള്ള, റിനോൺഡ് ആയിട്ടുള്ള ഒരു സാഹിത്യകാരനെയാണ്, റൈറ്ററിനെയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് ഒരു നോട്ടീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചോദ്യം. സോ നോട്ടീസ് സാധാരണ പരീക്ഷയ്ക്ക് 5 മാർക്കിനാണ് വരിക. പക്ഷെ അങ്ങനെയാണെങ്കിലും ഫോർ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ നോട്ടീസിനെ കൃത്യമായി പഠിക്കുന്നു. എങ്ങനെയാണ് ഒരു നോട്ടീസ് എഴുതേണ്ടത്? സോ ഒരു നോട്ടീസിൽ 9 പാർട്സ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ചെറുതായിട്ടൊന്നും ഞെട്ടിയില്ലേ? സർ 9 പാർട്സോ? ഇതൊക്കെ എങ്ങനെയാണ് സർ പഠിച്ചു വെക്കുക? സിമ്പിളാണ്. എൻ്റെ കൂടെ നിങ്ങൾ വരൂ. അടുത്ത 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ നോട്ടീസ് എഴുതുന്ന പഠിക്കും. ദാറ്റ്സ് മൈ പ്രോമിസ്. ശ്രദ്ധിച്ചിരുന്നോളെ. ഒന്നാമത്തെ പാർട്ട് നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ദാറ്റ് കണ്ടക്ട്സ് എ പ്രോഗ്രാം. ഒന്നുമില്ലടാ. ഏത് സംഘടനയാണോ അല്ലെങ്കിൽ ഏത് സ്കൂളാണോ ഈ പ്രോഗ്രാം നടത്തുന്നത് അവരുടെ പേര് നിങ്ങൾ മുകളിൽ എഴുതും. നിങ്ങൾക്ക് നോട്ടീസ് എന്ന് ആദ്യം കൊടുക്കാം. അതിനുശേഷം ഒന്നാമത്തെ പാർട്ടായിട്ട് നിങ്ങൾ ആരാണോ പ്രോഗ്രാം നടത്തുന്നത് അവരുടെ പേര് എഴുതും. ഇവിടെ ആരാ പ്രോഗ്രാം നടത്തുന്നത്? ഇവിടെ പ്രോഗ്രാം നടത്തുന്നത് നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബാണ്. കിട്ടിയല്ലോ. ഇതൊക്കെ നമുക്ക് എഴുതാം. രണ്ടാമത്തെ എന്താണ്? ഹെഡിങ് ആണ്. എന്താണ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ? പ്രോഗ്രാമിൻ്റെ പേരാണ്. എന്താണ് പ്രോഗ്രാമിൻ്റെ പേര്? 3-day ലിറ്റററി ഫെസ്റ്റിവൽ എന്നാണ്. മൂന്നാമത്തെ എന്താണ്? സാല്യൂട്ടേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ അഭിസംബോധനയാണ്. ഇവിടെ നിങ്ങൾ ആർക്കാണ് നോട്ടീസ് എഴുതുന്നത്? ടീച്ചേഴ്സിനും പാരൻസിനും സ്റ്റുഡൻസിനും ഒക്കെയാണ്. അപ്പോൾ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിയർ പാരൻസ് ആൻഡ് സ്റ്റുഡൻസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ അഭിസംബോധനയായി. അടുത്തത് ഇൻട്രൊഡക്ഷൻ ആണ്. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ആ ഇൻട്രൊഡക്ഷനിലാണ് നിങ്ങളുടെ സ്കൂളിലെ ഇന്ന ക്ലബ്ബ് ഇന്ന പ്രോഗ്രാം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന ആൾ ആ പ്രോഗ്രാമിന് ഉദ്ഘാടനം നടത്തും. ശരി. അഞ്ചാമത്തത് ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ ആണ്. എന്താണ്? ഡേറ്റ്, ടൈം, വെന്യൂ. വെന്യൂ എന്ന് പറഞ്ഞാൽ പ്ലേസ് ആണ്. ആറാമത്തത് ഇൻവിറ്റേഷൻ ആണ്. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ ക്ഷണിക്കണം. നമ്മൾ ഓൾ ആർ വെൽക്കം എന്ന് പറയുന്ന സാധനം, അത് നമുക്ക് കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് എങ്ങനെ പറയാം എന്ന് നോക്കാം. ഏഴാമത്തത് പ്രോഗ്രാം ഡീറ്റെയിൽസ് ആണ്. കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷേ സിമ്പിളാണ്. എട്ടാമത്തത് ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് ദ നോട്ടീസ് ഇഷ്യൂവൻസ്. ഏത് ദിവസമാണോ ഏത് സ്ഥലത്ത് നിന്നാണോ നോട്ടീസ് ഇഷ്യൂ ചെയ്തത് ആ ഡേറ്റും ആ പ്ലേസും. ഒൻപതാമത്തത് സിഗ്നേറ്ററി, അല്ലെങ്കിൽ ആരാണോ നോട്ടീസ് അടിച്ചത് അയാളുടെ സിഗ്നേച്ചർ, അയാളുടെ ഡെസിഗ്നേഷനും അയാളുടെ സിഗ്നേച്ചറും.
ഇത്രയും കാര്യം പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. എന്നാൽ നമുക്ക് ഈ നോട്ടീസ് ഒന്ന് നോക്കിയാലോ. എങ്ങനെ ഉണ്ടാവും ഈ 9 പാർട്സ് ചേർന്ന ഈ നോട്ടീസ് എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് മേ ഐ ഹാവ് യുവർ അറ്റൻഷൻ പ്ലീസ്. ഇതാണ് ആ 9 പാർട്ടുള്ള നോട്ടീസ്. സിമ്പിളാണ്. ആദ്യത്തെ പാർട്ട് എന്താണ്? ആരാണോ പ്രോഗ്രാം നടത്തുന്നത് അവരുടെ പേരാണ്. ആരാണ് നടത്തുന്നത്? ഇംഗ്ലീഷ് ക്ലബ് XYZ സ്കൂൾ കോഴിക്കോട്. സർ ഏതാണ് സർ ഈ XYZ സ്കൂൾ? അതൊരു ഇമേജിനറി നെയിമാണ്. നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കണ്ട. നമ്മളൊരു ABC സ്കൂളെന്നോ XYZ സ്കൂളെന്നോ കൊടുക്കുന്നു. കോഴിക്കോട് തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ജില്ല നമ്മൾ കൊടുക്കുന്നു. ഇതാണ് ഒന്നാമത്തെ പാട്ട്. ഓക്കെ. രണ്ടാമത്തെ പാട്ട് എന്തായിരുന്നു നോക്കി. രണ്ടാമത്തെ പാട്ട് എന്താണോ പ്രോഗ്രാമിൻ്റെ പേര് അതാണ് ഞാൻ കൊടുക്കുന്നു. 3-day ലിറ്റററി ഫെസ്റ്റിവൽ. ഇതാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഇതെനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇതെനിക്ക് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. മൂന്നാമത്തെ പാട്ട് എന്താണ്? സാല്യൂട്ടേഷൻ ആണ്. അങ്ങനെ തന്നെ ആലോചിച്ച് വെച്ചാൽ മതി. എന്താണ് സാല്യൂട്ടേഷൻ? ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിയർ പാരൻസ് ആൻഡ് സ്റ്റുഡൻസ് എങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ. സോ മൂന്നാമത്തത് സാല്യൂട്ടേഷൻ ആണ്. നാലാമത്തെ എന്താ നോക്കിയേ. നാലാമത്തത് ഇൻട്രൊഡക്ഷൻ ആണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ പരിപാടിയെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ പരിപാടിയെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്? അതൊന്ന് ശ്രദ്ധിക്കണേ. നോക്കൂ. The English Club of XYZ School. XYZ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് എവിടെയാണ്? XYZ സ്കൂൾ നിൽക്കുന്നത് കോഴിക്കോടാണ്. has decided to കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അല്ലേ. ഇവിടെ കണ്ടക്ട് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തുകൂടെ പറയാം? ഹാസ് ഡിസൈഡഡ് ടു ഓർഗനൈസ് എന്ത്? എ 3-day ലിറ്റററി ഫെസ്റ്റിവൽ. ഒരു ത്രിദിന സാഹിത്യോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആര്? ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് XYZ സ്കൂൾ കോഴിക്കോട്. ഇൻ കണക്ഷൻ വിത്ത് ദ റീഡിംഗ് ഡേ വീക്ക് ഒബ്സർവേഷൻ ഓഫ് ദ സ്കൂൾ. അത് നമ്മൾ കൈ നീട്ടിയാണ്. എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത്? ഇൻ കണക്ഷൻ വിത്ത് ദ റീഡിംഗ് ഡേ വീക്ക് ഒബ്സർവേഷൻ അല്ലേ. വായനാവാരം അല്ലെങ്കിൽ റീഡിംഗ് വീക്ക് ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇനി ആരാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടാവണം. റസ്കിൻ ബോണ്ട് എന്നൊരു കോമ ഇടുന്നു. എന്നിട്ട് റസ്കിൻ ബോണ്ടിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ദ റിനൗണ്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ. ഓക്കെ. ഇവിടെ നിങ്ങളൊരു കോമ, ഇവിടെ നിങ്ങൾ ഈ കോമ വെച്ചിട്ട് ക്ലോസ് ചെയ്യണം. കാരണം റസ്കിൻ ബോണ്ടിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് ആ കോമ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ടോ വിൽ ഇനാഗുറേറ്റ് ദ ഫെസ്റ്റിവൽ. ഈ ഫെസ്റ്റിവൽ ഇനാഗുറേറ്റ് ചെയ്യും. ഇത് പല രീതിയിൽ നമുക്ക് പറയാം. റസ്കിൻ ബോണ്ട് ദ പോപ്പുലർ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ ഹാസ് കൺസെൻറ്റഡ് ടു ഇനാഗുറേറ്റ് ദ ഫെസ്റ്റിവൽ ഓർ ഹാസ് എഗ്രീഡ് ടു ഇനാഗുറേറ്റ് ദ ഫെസ്റ്റിവൽ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു കോമൺ സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. ഓക്കെ. ശരി. അടുത്തത് ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ ആണ്. ഈ ഓർഡർ മറന്നു പോകരുത്. എങ്ങനെയാണ്? ഡേറ്റ്, ടൈം, വെന്യൂ. കാരണം ഒരു നോട്ടീസിൻ്റെ ഉദ്ദേശം എന്താണ്? ഇൻറ്റൻഷൻ എന്താണ്? ആ പ്രോഗ്രാമിനെ കുറിച്ച് ഒറ്റ നോട്ടത്തിൽ വായനക്കാരന് ഐഡിയ കിട്ടണം. അപ്പോൾ ഇയാൾ നോക്കുന്ന സമയത്ത് ഡേറ്റും ടൈമും വെന്യൂ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഡേറ്റ് കൊടുക്കുന്നു, ടൈം കൊടുക്കുന്നു, വെന്യൂ പ്ലേസ് കൊടുക്കുന്നു. ഇതാണ് അഞ്ചാമത്തെ പാട്ട്. ആറാമത്തെ പാട്ട് ഇൻവിറ്റേഷൻ ആണ്. നമ്മൾ സാധാരണ എഴുതുന്ന ഒരു കാര്യമുണ്ട്, ഓൾ ആർ വെൽക്കം. അതിന് പകരം കുറച്ചുകൂടി നന്നായിട്ട് ഓൾ ആർ കോഡിയലി ഇൻവൈറ്റഡ് എന്ന് കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു? ഓൾ ആർ കോഡിയലി ഇൻവൈറ്റഡ്. ഏഴാമത്തെ പാട്ട് പ്രോഗ്രാം ഡീറ്റെയിൽസ് ആണ്. അതെങ്ങനെ എഴുതുക? നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിയുന്നു. അതിനുശേഷം നമ്മൾ പേജിൻ്റെ സെൻറ്ററിലോട്ട് വരുന്നു. അവിടെ പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് എഴുതുന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. എത്രയും കാര്യങ്ങൾ? ഒന്ന്, വെൽക്കം സ്പീച്ചാണ് അല്ലേ, സ്വാഗത പ്രസംഗമാണ്. രണ്ട്, പ്രസിഡൻഷ്യൽ അഡ്രസ്, അധ്യക്ഷ പ്രസംഗം. മൂന്നാമത്തത് ഇനാഗുറേഷൻ. അവിടെ ആൾ മാറിപ്പോരുത്. കാരണം യു ഹാവ് ഓൾറെഡി ഡിക്ലെയർഡ് ഇൻ ദ ബോഡി ഓഫ് ദ നോട്ടീസ് ദാറ്റ് റസ്കിൻ ബോണ്ട് വിൽ ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ റസ്കിൻ ബോണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവണം. ബാക്കി ആരായാലും കുഴപ്പമില്ല. വെൽക്കം സ്പീച്ച്, സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബ്, പ്രസിഡൻഷ്യൽ അഡ്രസ്, അധ്യക്ഷ പ്രസംഗം, പ്രിൻസിപ്പൽ. അടുത്ത എന്താണ്? ഫെലിസിറ്റേഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ആശംസകളാണ്. ഇവിടെ PTA പ്രസിഡന്റ് ആശംസ പറയുന്നു. അടുത്തത് ഏതാണ്? വോട്ട് ഓഫ് താങ്ക്സ്, നന്ദി പ്രകാശനമാണ്. അതാരാണ്? സ്കൂൾ ലീഡർ. സോ ഇത്രയും കഴിഞ്ഞാൽ എന്തായി? പ്രോഗ്രാം ഡീറ്റെയിൽസ് ആയി. ഇത് ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്തുകൂടെ ചേർക്കാം? പ്രയർ എന്ന് പറഞ്ഞിട്ട് സ്കൂളിലെ പാട്ട് സംഘം, സ്കൂൾ കൊയർ എന്നുള്ള രീതിയിൽ നമുക്ക് അതും എഴുതാം. നിർബന്ധമില്ല, എഴുതിയാൽ നല്ലത്. അടുത്തത് ഒൻപതാമത്തെ പാട്ട് സിഗ്നേറ്ററി ഓർ നോട്ട്, എട്ടാമത്തെ പാട്ട് ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് ദ നോട്ടീസ് ഇഷ്യൂവൻസ്. ഏത് ദിവസം ഏത് സ്ഥലത്താണോ നോട്ടീസ് ഇഷ്യൂ ചെയ്തത് അതിനെക്കുറിച്ച് നോക്കൂ. നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് 2021 ഫെബ്രുവരി 15-നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നോട്ടീസ് ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്രസ്സിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ എവിടെയാണോ പ്രിൻറ്റ് ചെയ്തത് ആ സ്ഥലവും ആ ഡേറ്റും ആണ് കൊടുക്കേണ്ടത്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ കോഴിക്കോട് 5th February 2021.
ഇനി റൈറ്റ് സൈഡിൽ നിങ്ങൾ എന്തുകൂടെ കൊടുക്കണം? സിഗ്നേറ്ററി ഓർ നോട്ടീസ് ഇഷ്യൂയിങ് അതോറിറ്റി. ഇവിടെ ആരാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്? ഇവിടെ സെക്രട്ടറി മൂവി ക്ലബ്, സെക്രട്ടറി എന്ത് ക്ലബ്ബാണ്? ഇംഗ്ലീഷ് ക്ലബ്ബാണ്. മൂവി ക്ലബ് അല്ല, സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു നോട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഗംഭീരമായ നോട്ടീസായി. സോ ഈ ഓർഡർ നിങ്ങൾ പേടിക്കരുത്. ഈ 9 പാർട്സ് ഉണ്ട് എന്ന് പറയുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ആ 9 പാർട്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ ആണോ? ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് എഴുതി വെക്കാം. റൈറ്റ്? സോ ചിൽഡ്രൻ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. നോക്കൂ, ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് നോട്ടീസ് എന്ന് പറഞ്ഞ ഒരു ഡിസ്കോഴ്സിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ തരിക എന്നുള്ളതാണ്. ഈ വീഡിയോ ഒരു 11 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും എന്ന് എനിക്കറിയാം. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്ത കാര്യം, നമ്മളൊരു ക്വസ്റ്റ്യൻ എടുത്തു, ആ ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞു, എന്നിട്ട് അതിന് നിങ്ങൾക്കൊരു ഡെമോ ആൻസർ കൂടെ തരുന്നു. ഇനി വരാൻ പോകുന്ന വീഡിയോകളിൽ, ഇതുപോലുള്ള ഷോർട്ട് വീഡിയോസിൽ ഈ ഡിസ്കോഴ്സുകളൊക്കെ ഗംഭീരമായി ഓരോന്നും എങ്ങനെ പഠിക്കാം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. So this is Nasser Faruddin signing off from Xylem Learning. Thank you.